ഹലോ ഗൈസ്, മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻട്രോ. നമ്മൾ ഇന്ന് കോളേജിൽ ബാഗും ലാപ്പൊക്കെ ആയിട്ട് പ്രസൻറ്റേഷനുമാണ്. ഇന്ന് അച്ഛന്മാരും, അതായത് പ്രിൻസിപ്പൽ, മാനേജർ, ഫാദേഴ്സ് ഉണ്ടല്ലോ, ഓരോ മുന്നിലാണ് പ്രസൻറ്റേഷൻ. അത് വൃത്തിക്ക് നടന്നാൽ രക്ഷപ്പെട്ട് 10 മിനിറ്റുള്ള പ്രസൻറ്റേഷൻ. അതിൽ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഈ ആഴ്ച എൻ്റെ ഒഴിവിൽ എപ്പോഴെങ്കിലും ലീവ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കോഴിക്കോട് പോയിട്ട് ചെയ്യേണ്ടി വരും. വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഓല് പറഞ്ഞ പോലെ മാമിനെ കളിച്ചപ്പോൾ ഓല് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വ്ളോഗിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് എന്തൊക്കെ കാണിച്ചിട്ടു ഇതാവുന്നില്ല. ഒരു തുടങ്ങിയിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ വീഡിയോ സ്റ്റക്കാകും. പക്ഷെ ഓടി കേൾക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഓടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ സ്റ്റക്കായിട്ട് ലാസ്റ്റ് ഒരു 5 സെക്കൻഡിലേക്ക് പിന്നീട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ക്യാമറ ഇങ്ങനെ ഫോണിൽ പിടിച്ചപ്പോൾ ബാക്കിൽ ഇതായിരിക്കും, എന്താണ് പോപ്പോ നോട്ടിഫിക്കേഷൻ ബാർ വരുമല്ലോ, അങ്ങനെ വന്നപ്പോൾ വീഡിയോ സ്റ്റക്കാകാനാണ് ചാൻസ്. കാരണം ആ വീഡിയോക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയുള്ള വീഡിയോക്ക് പ്രശ്നമില്ല. പിന്നെ ഓടി കറക്റ്റ് വർക്കാവും ചെയ്ത് അറിയില്ല. അപ്പോൾ ഒരു 2 മിനിറ്റിൻ്റെ ക്ലിപ്പ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ബസ് കയറുന്നതിന് മുന്നേ ബസ് സ്റ്റോപ്പിലുള്ള ഒരു ഇതായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ ബസ് കയറണം. നേരം വൈകി 15 കഴിഞ്ഞ് 8:15 കഴിഞ്ഞ് ബസ് കിട്ടുന്നവരെ വ്ളോഗ് ഓഫ് ആക്കിയിട്ട് കത്തിച്ച് സ്പീഡിൽ അങ്ങ് നടന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. പോയേക്കാം. ഗൈസ്, പ്രസൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് കഴിഞ്ഞ് ഇപ്പം 15-ാണ്. പറയൂ. ഇന്ന് പ്രൊജക്ട് ഡേ ആണ്. പ്രൊജക്റ്റ് കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല. പ്രൊജക്റ്റ് ഡേ പ്രൊജക്റ്റ് ഡേ ആയിരുന്നു. പ്രൊജക്റ്റ് നമ്മൾ ചെയ്തു. എല്ലാവർക്കും ക്ലാപ്പൊക്കെ കിട്ടി. എല്ലാവരും ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അത്ര തന്നെയുള്ള. ഇനി നമ്മൾ പോകുന്നുണ്ടോ അറിയില്ല. മാജി പറയണ പോലെ മാജിയുടെ വാക്കിനായി കാത്തിരിക്കുന്നു. നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. പ്രൊജക്റ്റൊക്കെ സമാധാനം. ഇത്രയും കാലം 1 മാസം 1.5 മാസം ഇതിൻ്റെ പോലെ ടെൻഷനായിരുന്നു. പ്രഷർ പണ്ടാരം തീർന്നല്ല. ഇനി കുഴപ്പമില്ല. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ടൈം എടുത്ത് ചെയ്ത് ഡോക്യുമെൻറ്റേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് അതും ചെയ്താൽ മതി. വേറെ പണിയൊന്നുമില്ല. സമാധാനം. ഇനിയിപ്പോൾ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം തീർന്നു. കോളേജൊക്കെ തീരാനായി. നല്ല ടയർഡപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തി ഫ്രഷായി ഫുഡൊന്ന് കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടക്കണം. ഭയങ്കര ക്ഷീണം. പ്രസൻ്റൊക്കെ ചെയ്തൊന്ന് സെറ്റായി റെഡി ആയി വരുമ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ്. നമ്മുടെ പ്രസൻറ്റേഷൻ ലാസ്റ്റിലേക്ക് ലാസ്റ്റത്തെ പീരീഡാണ് പിന്നെ എടുത്ത്. നാളെ ഒരു 3 ടീമും കൂടി നാളെ എടുക്കാണ്ടോ. അത് നാളെ ആയിരിക്കും. ഇങ്ങനെ അത്ര ടൈമുള്ളൂ. അച്ഛനൊക്കെ വേഗം പോയി. അച്ഛൻ പറഞ്ഞ ഫാദേഴ്സ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ആയിട്ട് കാണാം. വീട്ടിലേക്ക് പോട്ടെ. ബൈ ഗായ്സ്. അപ്പം ഇന്ന് എത്ര ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയതാ സ്കൂട്ടറിലെ. ഇനിയിപ്പം ഇന്ന് എത്ര ഉള്ളൂ. ഇനി നമുക്ക് പരിപാടികളൊക്കെ കുറവുകളുമാണ് കൂടുതലാണ്. ഉള്ള ദിവസം ലെങ്ത് കൂട്ടാൻ നമ്മൾ നോക്കും. ഇല്ലാത്ത ദിവസം 2-3 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി റെഡി ആവാനുണ്ട് ആരോഗ്യം. അതും കൂടി റെഡി ആയാൽ സെറ്റാണ്. പിന്നെ വ്ളോഗ് കാണുന്ന എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരോട് എന്നാലും ഇന്നലെ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. വിഷമായി. കുഴപ്പമില്ല. എന്നാൽ ശരി, നാളെ കാണാം.
നാളെ എന്താ പരിപാടി? നാളെ ചൊവ്വാഴ്ച. നാളെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഓപ്പൺ ടെക്സ്റ്റ് എക്സാം ഉണ്ടാവും. ഓപ്പൺ ടെക്സ്റ്റ് അല്ല, ഓപ്പൺ നോട്ട്ബുക്ക്. നമുക്ക് ഓപ്പൺ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല നമുക്ക്. അഹങ്കാരം അങ്ങനത്തെ ഒന്നും പറയില്ല കേട്ടോ. ഇതില്ലാത്തതാണ്. നമുക്ക് ശരിക്കും ടെക്സ്റ്റ് ബുക്കില്ല ഉണ്ട്, പക്ഷേ ആവശ്യമില്ല എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. പഠിക്കാൻ PDF അല്ലെങ്കിൽ നോട്ടിൽ എഴുതുന്ന സംഭവങ്ങൾ ധാരാളമാണ്. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികൾ പ്രഷറില്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. ഇനിയിപ്പം വീട്ടിലെത്തിയിട്ട് ചില പരിപാടികളുണ്ട്. പരിപാടികൾ കണ്ട് ഒരു സിനിമയുടെ ബാക്കി കാണാനുണ്ട്. ഇപ്പോൾ ഫുള്ള് പണ്ടത്തെ പോലെ ഒറ്റയിരിപ്പിൻ്റെ സിനിമ ഒന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു സിനിമ മറ്റേ ദുരന്തരൊക്കെ ഉണ്ട്. മൂന്നേരം ഇതിൽ ഞാൻ എത്ര നേരെടുത്തിട്ടാണ് കണ്ടതെന്ന് അറിയാം. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. നാളെ വീണ്ടും കാണാം. ശുഭ എന്തായിരുന്നു എങ്ങനെ പറയല്? അയ്യോ, റോഡ് കാണുന്നില്ലല്ലോ. ശുഭനിദ്ര അല്ല, എന്തോരായിക്കോട്ടെ. ഗുഡ് നൈറ്റ്, ബൈ.